ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മിഡ് ടൈം എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ്. 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം നിങ്ങൾക്കറിയാമല്ലോ, ചോദ്യത്തിൻ്റെ പാറ്റേൺ അറിയാം. ഒരു കോംപ്രിഹെൻഷൻ ഉണ്ടാവും, ചിലപ്പോൾ അതൊരു പാസേജ് ആയിരിക്കും, ചിലപ്പോൾ ഒരു പോയമായിരിക്കാം. അതിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഈ പാസേജ് വായിച്ച് നോക്കാം. റീഡ് ദ എക്സെപ്റ്റ് ഫ്രം ലിറ്റി തിങ്സ് മാറ്റർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. The British government had placed a number of sanctions and rations on goods. Something like a state of emergency now prevailed in the country. Our large family felt the difficulties acutely. Food, clothes, the needs of babies of the household all became difficult to procure. As the difficulties of the war continued to affect us, Shamsuddin came up with a proposal that excited and delighted me. അപ്പോൾ നമ്മുടെ APJ അബ്ദുൽ കലാമിൻ്റെ ആ പാഠത്തിൽ നിന്നുള്ള ഒരു പാസേജാണ്. നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഈ ഒരു ചാപ്റ്ററിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ ഓൺലൈൻ ക്ലാസ് എന്ന ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ സെക്കൻഡ് വേൾഡ് വാറിന് വന്നപ്പോൾ അവിടെ ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ ആര് വരികയാണ്? ഷംസുദ്ദീൻ കെയിം അപ്പ് വിത്ത് എ പ്രപ്പോസൽ ദാറ്റ് എക്സൈറ്റഡ്. വൺ ഫോളോ ഔട്ട് ഓഫ് ദ കണ്ടീഷൻസ് വാസ് ദാറ്റ് ദ റെയിൽ സ്റ്റോപ്പ് അറ്റ് രാമേശ്വരം സ്റ്റേഷൻ ഹാഡ് ബീൻ ഡൺ away with. What would happen to our purpose then? How were they to be collected and distributed to all the peoples of the town? Shamsuddin found a way out. അപ്പോൾ ആ രാമേശ്വരം സ്റ്റോപ്പ് നിർത്തലാക്കുകയാണ്. അപ്പോൾ പേപ്പേഴ്സ് എന്ത് ചെയ്യും, ഡിസ്ട്രിബ്യൂഷൻ എന്ത് ചെയ്യും, അതിനൊരു വഴിയായിട്ടാണ് ഷംസുദ്ദീൻ വന്നത്. The papers would be kept ready in large bundles. As the train chugged down the Rameshwaram, the Nishkodi track, they would be flung out onto the platform, and that is where I came in. Shamsuddin offered me an enjoyable job of collecting these bundles of papers thrown from the moving train and then talking them around town for distribution. First question ഇതാണ്. What was the difficulty faced by Kalam's family due to the policy of the British government? ഇപ്പം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ പോളിസി കൊണ്ട് കലാമിൻ്റെ ഫാമിലിക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായി എന്നാണ് ആദ്യത്തെ ചോദ്യം. അപ്പം ഡ്യൂ ടു ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് സാങ്ഷൻസ് ആൻഡ് റേഷൻസ് ഓൺ ഗുഡ്സ്, കലാംസ് ലാർജ് ഫാമിലി ഫൗണ്ട് ഇറ്റ് ഡിഫിക്കൽട്ട് ടു പ്രൊക്യൂർ ഫുഡ്, ക്ലോത്ത്സ് ആൻഡ് ദ നീഡ്സ് ഓഫ് ദ ബേബീസ് ഇൻ ദ ഹൗസ് ഹോൾഡ്. നമ്മളിവിടെ വായിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ ആൻസർ ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ പാസേജ് കറക്റ്റ് വായിച്ചാൽ തന്നെ നമ്മുടെ ആൻസർ നമുക്ക് കിട്ടും. ഇനി അടുത്തത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഷംസുദ്ദീൻ കെയിം അപ്പ് വിത്ത് പ്രപ്പോസൽ ബിക്കോസ് ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഹാഡ് പ്ലേസ്ഡ് എ നമ്പർ ഓഫ് സാങ്ഷൻസ് ആൻഡ് റേഷൻസ് ഓൺ ഗുഡ്. സംതിങ് ലൈക്ക് എ സ്റ്റേറ്റ് ഓഫ് എമർജൻസി നൗ പ്രിവൈൽഡ് ഇൻ ദ കൺട്രി. The difficulties of the war continued to affect Kalam's family. The rail stop at Rameshwaram station had been done away with. അപ്പോൾ അതിൽ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണല്ലേ. കലാം ഓഫേർഡ്. അപ്പോൾ ദ റെയിൽ സ്റ്റോപ്പ് അറ്റ് രാമേശ്വരം സ്റ്റേഷൻ ഹാഡ് ബീൻ ഡൺ എവേ വിത്ത്. അതാണ് അവിടുത്തെ ആൻസർ. പിന്നെ മൂന്നാമത്തെ ചോദ്യം, കലാം വാസ് ഓഫേർഡ് ആൻ എൻജോയബിൾ ജോബ് ബൈ ഷംസുദ്ദീൻ. വാട്ട് വാസ് ദാറ്റ്? അതിൻ്റെ ആൻസർ എന്താണ്? കലാം was offered the enjoyable job of collecting bundles of newspaper thrown away from the moving train to the platform and then taking around down for distribution. അത് ഇവിടെ തന്നെ ഉണ്ട്. ലാസ്റ്റ് സെൻറ്റൻസ് ആണ് അതിൻ്റെ ആൻസർ. ഷംസുദ്ദീൻ ഓഫേർഡ് മീ ആസ് enjoyable job of collecting these bundles of paper thrown from the moving train and then taking him around for distribution. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി രണ്ടാമത്തേതാണ് ക്വസ്റ്റ്യൻ 4 to 6. റീഡ് ദ ഗിവൺ ലൈൻസ് ഫ്രം ഹോപ്പ് ഈസ് ദ തിങ്സ് വിത്ത് ഫെദേഴ്സ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. ഇപ്പം പോയമാണ് തന്നിരിക്കുന്നത്. ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെദേഴ്സ് that perches in the soul and sings the tune without the words and never stops at all, and the sweetest in the gate is heard, and sore must be the storm that could be abash the little bird that kept so many warm. Question idana, where does hope perch according to the poem? In the heart, in the mind, in the sky, in the soul. But that answer option D ആണ് answer in the soul. Now, why does the poet describe the hope as something that never stops at all? ആറാമത്തെ ചോദ്യം, what does the storm in the poem symbolize? The season, loud noise, different challenges in life, actual weather. Option C ആണ് correct answer.
അപ്പോൾ അതിൻ്റെ ഇടയിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, എന്താണ്, വൈ ഡസ് ദ പോയറ്റ് ഡിസ്ക്രൈബ് ഹോപ്പ് ഹാസ് സംതിങ് ദാറ്റ് നെവർ സ്റ്റോപ്സ് അറ്റ് ഓൾ. ആൻസർ ഇതാണ്, ദ പോയറ്റ് ഡിസ്ക്രൈബ്സ് ഹോപ്പ് ആസ് സംതിങ് ദാറ്റ് നെവർ സ്റ്റോപ്സ് അറ്റ് ഓൾ ബിക്കോസ് ലൈക്ക് എ ബേർഡ് ദാറ്റ് കണ്ടിന്യൂസ്ലി സിങ്സ് ഹോപ്പ് റിമെയിൻസ് പ്രസൻറ്റ് ആൻഡ് ആക്റ്റീവ് വിത്തിൻ ദ സോൾ വിത്തൗട്ട് സീസിങ് ഈവൻ ഇൻ ദ മോസ്റ്റ് ചലഞ്ചിങ് സർക്കംസ്റ്റൻസ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ 7. റീഡ് ദ ലൈൻസ് ഫ്രം ദ 7 ages of man and prepare paragraph using the hints given below. All the words a stage and all the men and women merely players. They have their exits and their entrance, and one man in this time plays many parts. He is act being 7 ages. At the first, the infant mewling and pucking in the nurse's arm, and then the whining school boy with his satchel and shining morning face, creeping like snail, unwilling to school. ഇതാണ് നമ്മുടെ പോയമാണ് 7 ages of man. ഇതിനെ കുറിച്ചൊരു പാരഗ്രാഫ് എഴുതാനാണ് പറഞ്ഞത്. കുറച്ച് ഹിൻസൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. വില്യം ഷേക്സ്പിയർ, ഹ്യൂമാനിറ്റീസ് ജേർണി ഫ്രം ഇൻഫൻസി ടു ഓൾഡ് ഏജ് ആൻഡ് ഡെത്ത്, ഈച്ച് സ്റ്റേജ് ക്യാരക്ടറൈസ്ഡ് ബൈ സ്പെസിഫിക് ആക്ഷൻ, ഫിസിക്കൽ ആട്രിബ്യൂട്ട്സ്, ലിറ്റററി ഡിവൈസ്. അപ്പോൾ 4 മാർക്കിൻ്റെ ചോദ്യമാണ്. നമുക്കൊന്ന് നോക്കാം. Shakespeare, through the powerful metaphor in all the words, is a stage present human life in a dramatic performance with distinct phases. He vividly describes human beings as merely players on the grand stage, and each having their unique exits and entrances, symbolizing birth and death. The poem outlines life's progression through 7 ages, with each stage characterized by specific action and physical attributes. For instance, the first age is depicted as the infant mewling and pucking, immediately followed by the whining schoolboy with his reluctance to attend school. This portrayal highlights the natural development and predictable roles individuals play throughout their lifespan, emphasizing the transient nature of existence and various parts one assumes before the final exit. The use of vivid imagery and relatable characterization makes this a profound reflection of a human journey. ഒരു പാരഗ്രാഫ് എഴുതാനാണ് പറഞ്ഞിരുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ 8 to 10. റീഡ് ദ പാസേജ് ഗിവൺ ബിലോ ആൻഡ് ആൻസേഴ്സ് ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. Drug use among children and teenagers is a serious issue that can lead to many harmful consequences. At a young age, the brain and body are still developing. Taking harmful drugs during this time can damage the brain, affect memory, and make it difficult for children to concentrate on learn in school. അപ്പം ഡ്രഗ് യൂസിനെ പറ്റിയിട്ടുള്ളൊരു പാസേജാണ്. ഡ്രഗ് യൂസേജ് ചിൽഡ്രനിലും ടീനേജേഴ്സിലും ഭയങ്കരമായിട്ടുള്ള എഫക്റ്റ് ഉണ്ടാക്കും. എന്തൊക്കെയാണ് ഉണ്ടാക്കുകയാണ്? ബ്രെയിനും ബോഡിയും ഹാംഫുൾ ചെയ്യും. ക്യാൻ ഡാമേജ് ബ്രെയിന്, അഫക്റ്റ് മെമ്മറീനെ അഫക്റ്റ് ചെയ്യും. അതേപോലെ തന്നെ കോൺസെൻട്രേറ്റ് ഓൺ സ്റ്റഡീസ് അതൊന്നും പറ്റില്ല. ഓക്കെ, ദിസ് ക്യാൻ ലെഡ് ടു പുവർ അക്കാഡമിക് പെർഫോമൻസ് ആൻഡ് ഫോളിങ് ബിഹൈൻഡ് ഇൻ ക്ലാസ്. അങ്ങനെ നമ്മൾ പഠിക്കാൻ കഴിയാതെ നമ്മൾ ക്ലാസ്സിൽ പുറകിലായി പോവും. ദേ മേ ഓൾസോ ബിഗിൻ ടു അവോയ്ഡ് their family and stop caring about the responsibilities. Long-term use of drugs can lead to addiction. Addiction makes it very hard to stop using the drug even when it is causing harm. This can result in serious health problems, go against the law, and broken relationship with the family and friends. In some cases, children who use drugs may be influenced by peer pressure, curiosity, or problems at home or school. It is important to talk to trusted adults such as parents, teachers, or counselors if someone feels stressed or pressured. Staying away from the drugs helps children live healthier, happier lives and allows them to focus on their goals and dreams. Making the good choices and surrounding yourself with a positive influence can protect you from the dangers of drugs. അപ്പോൾ ഇതിൽ 2 ക്വസ്റ്റ്യൻസ് ആണ് ഇത് തന്നിരിക്കുക. പിക്ക് ഔട്ട് ഫ്രം ദ പാസേജ് വൺ ഓഫ് ദ കോൺസിക്വൻസ് ഓഫ് ടേക്കിംഗ് ഹാംഫുൾ ഡ്രഗ്സ് ഡ്യൂറിങ് യങ് ഏജ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, സജസ്റ്റ് എ റെമഡി ഫോർ എ പേഴ്സൺ ഹൂ ഫീൽസ് സ്ട്രെസ്ഡ് ഓർ പ്രഷേർഡ്. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇവിടെ ഇട്ടിട്ടുണ്ട്. ലാസ്റ്റത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? ഇവിടെയാണ്. മേക്കിംഗ് ഗുഡ് ചോയ്സസ് ആൻഡ് സറൗണ്ടിങ് യുവർ സെൽഫ് വിത്ത് പോസിറ്റീവ് ഇൻഫ്ലുവൻസസ് ക്യാൻ പ്രൊട്ടക്റ്റ് യു ഫ്രം ദ ഡാമേജ് ഓഫ് ഡ്രഗ്സ്.
ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി നമുക്ക് അതിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഗിവൺ ബിലോ ആൻഡ് പിക്ക് ഔട്ട് ദ റൈറ്റ് ഓപ്ഷൻസ് ബേസ്ഡ് ഓൺ ദ പാസേജ്. അവോയ്ഡിങ് ഡ്രഗ്സ് ഹെൽപ്സ് ചിൽഡ്രൻ ലിവ് ഹെൽത്തിയർ ആൻഡ് ഹാപ്പിയർ ലൈഫ്. ശരിയാണ്. ലോങ് ടേം ഡ്രഗ്സ് യൂസ് ക്യാൻ ലെഡ് ടു അഡിക്ഷൻ വിച്ച് ഈസി ടു ഓവർകം. ചിൽഡ്രൻ may start using drugs because of poor pressure, curiosity, problem at home. Children who use drugs often become more focused and do better in school. ഇതിൽ ഏത് ഓപ്ഷനാണ് ശരി? ഓൺലി സി ഈസ് കറക്റ്റ്. അങ്ങനെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ കറക്റ്റ് ആൻസർ നിങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ചോദ്യത്തിൻ്റെ ഫസ്റ്റ് ആൻസർ എന്താണ്? പിക്ക് ഔട്ട് ദ പാസേജ് ഓർ ദ കോൺസിക്വൻസ് എന്താണ് നമുക്ക് എഴുതാനുള്ളത്? വൺ കോൺസിക്വൻസ് ഈസ് ദാറ്റ് ടേക്കിംഗ് ഹാർംഫുൾ ഡ്രഗ്സ് ആൻഡ് ഡാമേജ് ദ ബ്രെയിൻ എഫക്റ്റ് മെമ്മറി ആൻഡ് മേക്ക് ഇറ്റ് ഡിഫിക്കൽട്ട് ഫോർ ചിൽഡ്രൻ ടു കോൺസെൻട്രേറ്റ് ടു ലേൺ ഇൻ എ സ്കൂൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു നമ്മൾ വെച്ചത്? സജസ്റ്റ് എ റെമഡി ഫോർ എ പേഴ്സൺ ഹു ഫീൽസ് സ്ട്രെസ്ഡ് ഓർ പ്രഷർഡ്. ഈ someone feels stressed or pressured, it is important to talk to trusted adults such as parents, ടീച്ചേഴ്സ്, കൗൺസിലേഴ്സ്. ഈ മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്താണ്? ബോത്ത് എ ആൻഡ് സി ആർ കറക്റ്റ്. എ എന്ന് പറയുന്നത് അവോയ്ഡിങ് ഡ്രഗ്സ് ഹെൽപ്സ് ചിൽഡ്രൻ ലിവ് ഹെൽത്തിയർ ആൻഡ് ഹാപ്പിയർ ലീവ്സ്. സി എന്ന് പറയുന്നത് ചിൽഡ്രൻ മേ സ്റ്റാർട്ട് യൂസിങ് ഡ്രഗ്സ് ബിക്കോസ് ഓഫ് പിയർ പ്രഷർ, ക്യൂരിയോസിറ്റി ഓർ പ്രോബ്ലം അറ്റ് ഹോം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് 11 to 13. അതിൽ ആൻസർ വൺ ക്വസ്റ്റ്യൻ, ഏതെങ്കിലും ഒരു ചോദ്യം നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. എ man in the story long walk with the granny was deeply excited about his visit to Missouri with his grandfather. Imagine that after reaching home he shares the encounter with the eye specialist to his father. Prepare a conversation between them. അപ്പോൾ ഒരു കോൺവെർസേഷൻ എഴുതാനാണ്. ഗ്രാൻഡ് മദറുമായിട്ട് പോയിട്ട് മിസറിയിൽ നിന്ന് വന്നു. അപ്പോൾ ഫാദറോട് അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു കോൺവെർസേഷനാണ്. അല്ലെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് ദ സ്റ്റോറി എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി ആൻഡ്സ് വിത്ത് എ ഗ്രാനി ഗെറ്റിംഗ് എ പെയർ ഓഫ് ന്യൂ ഗ്ലാസസ് after consulting an eye specialist and regains her eyesight. Prepare an alternative ending to the story. സ്റ്റോറിക്ക് വേറൊരു എൻഡിങ് സജസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. 12ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ദ നരേറ്റർ ഇൻ ദ സ്റ്റോറി എ പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ് ഫൈനലി റിയലൈസ്ഡ് ദാറ്റ് ഹി ഡിഡ്ന്റ് ഹാവ് എനി സീരിയസ് ailments. Imagine that he jots down his thoughts and feelings with a sense of relief after reaching home. Draft a possible diary entry. അപ്പോൾ ഒരു ഡയറി എൻട്രി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് അല്ലെങ്കിൽ എയും ബിയും ഉണ്ട്, ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അടുത്ത ബി ക്വസ്റ്റ്യൻ എന്താണ്? ദ റെസിഡൻസ് ഓഫ് രാമേശ്വരം വില്ലേജ് ഹാഡ് എ ഡിഫിക്കൽട്ട് ടൈം വെൻ ദ റെയിൽവേ ഡിസൈഡഡ് ടു ഡു എവേ വിത്ത് stop at Rameshwaram station. Kalam takes the initiative to send an email to the divisional manager requesting them to reinstate the stop at Rameshwaram. Draft the email. അപ്പോൾ ഒരു ഇമെയിൽ എഴുതാനാണ്. അപ്പോൾ സ്റ്റോപ്പ് നിർത്തലാക്കി അതിനെക്കുറിച്ച് അത് നമ്മൾ ആ ഒരു പാഠഭാഗത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഗ്രാനി ഇൻ ദ സ്റ്റോറി എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി ഹീസ് എൻ എംബോഡിമെൻറ്റ് ഓഫ് ലവ്, അഫെക്ഷൻ ആൻഡ് പ്രിപ്പയർ എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഗ്രാൻഡ് മദർ. ഓക്കെ, അതും നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്താണ്. ഗ്രാനീൻ്റെ ക്യാരക്ടർ സ്കെച്ചാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞത്. ഓക്കെ, അല്ലെങ്കിൽ നമ്മളോട് എഴുതാൻ പറഞ്ഞത് റീഡ് ദ പിക്ചർ ഗിവൺ ബിലോ, പ്രിപ്പയർ എ പാരഗ്രാഫ് ഡിസ്ക്രൈബിങ് ദ പിക്ചർ ഇൻ ദ ലൈറ്റ് ഓഫ് യുവർ റീഡിങ് ദ ലെസൺ ലിറ്റിൽ തിങ്സ് മാറ്റർ. ഇപ്പോൾ ഈ പിക്ചർ ഇവിടെ തന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ഒരു പാരഗ്രാഫ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് 14ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? പ്രിപ്പയർ ബ്രീഫ് പ്രൊഫൈൽ ഓഫ് ജെറോം കെ ജെറോം ബേസ്ഡ് ഓൺ ദ ഹിൻസ് ഗിവൺ ബിലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കാനാണ്. ഇവിടെ നെയിം തന്നിട്ടുണ്ട്, നോൺ ആസ് ഇംഗ്ലീഷ് റൈറ്റർ ആൻഡ് ഹ്യൂമറിസ്റ്റ്, ബർത്ത് തന്നിട്ടുണ്ട്, ഓക്യുപ്പേഷൻ, അൽമാ മാറ്റർ, മേജർ വർക്ക്സ്, ഡെത്ത്, ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇനി റീഡ് ദ ന്യൂസ് ഹെഡ്ലൈൻസ് ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. കുറച്ച് ന്യൂസ് ഹെഡ്ലൈൻസ് ഇവിടെ തന്നിട്ടുണ്ട്. The plane crash kills 294. South Africa defeats Australia to win World Test Cricket Championship. Amarnath Yatra to be held for 43 days. Valiveti Chubavadi onward with the Fluorescence Nighting Award for 39 years of public health service. Rainwater harvesting transfers tribal lives in പാർവതിപുരം ഡിസ്ട്രിക്റ്റ്. അങ്ങനെ 5 ന്യൂസ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഹെഡ്ലൈൻസ് ദാറ്റ് മേക്സ് എവരി ഇന്ത്യൻ മോൺ ഈസ്, അതെഴുതുക. ഹു ഈസ് അവാർഡഡ് ബൈ ബീയിങ് സോഷ്യലി കമ്മിറ്റഡ്. നെക്സ്റ്റ്, ഹൗ ആർ ദ ട്രൈബൽ പീപ്പിൾ ഓഫ് പാർവതിപുരം ഏബിൾ ടു ബ്രിങ് ന്യൂ ഡൗൺ ടു ദെയർ ലൈഫ്.
ഇത്രയും 3 ക്വസ്റ്റ്യൻസാണ്. ആൻസറൊക്കെ കറക്റ്റ് തന്നെ ഈ ഒരു ഹെഡ്ലൈൻസിലുണ്ട്. ഇനി അടുത്ത 18ാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഡിറ്റ് ദ പാസേജ് ആണ്. പിന്നെ 20ാമത്തെ ചോദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺവെർസേഷൻ തന്നിട്ടുണ്ട്, അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനാണ്. ഇത്രയും ചോദ്യങ്ങളാണുള്ളത്. ഇപ്പോൾ പാസേജ് വായിച്ചു നോക്കാം. ദ ഡോക്ടർ എക്സാമിൻഡ് മീ ആൻഡ് ക്ലച്ച് മൈ റിസ്റ്റ് ടു ചെക്ക് മൈ പൾസ് ഹാൻഡ് ദെൻ ഹി ഹിറ്റ് മീ ഓവർ ദ ചെസ്റ്റ് വെൻ ആം ആൻഡ് ഇവിടെയൊക്കെ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കറക്റ്റ് ചെയ്ത് ചെയ്യുക. ഒരു എഡിറ്റിംഗ് നമുക്ക് എന്തായാലും ഉണ്ടാവും. ഓരോന്നിനും 1/2 മാർക്ക് ഇതാണ്, മൊത്തത്തിൽ 2 മാർക്ക് ഉണ്ടാവും. അതേപോലെ ഈ കോൺവേഴ്സേഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടാഗൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാനാണുള്ളത്. അപ്പോൾ അതും നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് 3 മാർക്കാണ് കിട്ടുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആൻസർ വേണ്ടവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.